ഹായ് ഹലോ, നമ്മുടെ വീട്ടിലെ ഇന്നലെ കുറച്ച് മാങ്ങയൊക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവന് അച്ചാറിടാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ ആവശ്യത്തിനല്ല കേട്ടോ, പുറമെ കൊടുത്തു വിടാനായിട്ടാണ്. അതിലൊരു മാങ്ങ പഴുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഇന്നലെ വെട്ടിയിട്ട് പാത്തുവിന് അപ്പോഴും തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ മാങ്ങ അച്ചാറിന് വേണ്ടിയിട്ട് ചെറുതായിട്ട് മാങ്ങയൊക്കെ ഒന്ന് നുറുക്കി എടുത്തിട്ടേ ഒരു ദിവസം നമ്മൾ ഉപ്പിട്ടിട്ടങ്ങ് വെക്കുന്നുണ്ട്. ഒരു ദിവസം അല്ല ഉപ്പിട്ടിട്ട് വെക്കേണ്ടത്, 2-3 ദിവസം ഇരുന്നാലേ ഉപ്പ് നല്ല രീതിയിൽ മാങ്ങയിൽ പിടിക്കത്തുള്ളൂ. എന്നാലും നമ്മൾ ഒരു ദിവസം വെച്ചിട്ടുണ്ട്. പിറ്റേന്ന് എടുത്തിട്ട് ആ മാങ്ങയിൽ ആവശ്യത്തിനുള്ള മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മളിത് അച്ചാർ പൊടിയാണ് ഇട്ടിരിക്കുന്നത്. മുളക് പൊടി ഇട്ടിട്ടും ചെയ്യാം, ഞാനിവിടെ അച്ചാർ പൊടിയാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. വലിയൊരു ഉരുളിയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് നല്ലെണ്ണയും കുറച്ച് കടുകും വെളുത്തുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് അതിൻ്റെ പൊട്ടലും ചീറ്റലൊക്കെ ഒന്ന് മാറിയതിന് ശേഷം അതിലേക്ക് നമ്മൾ മാങ്ങ തട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. അതിലേക്ക് നമ്മൾ ഒന്ന് പൊടിച്ച് വെച്ചിട്ടുള്ള കടുകിൻ്റെ പരിപ്പുണ്ടല്ലോ, കടുകിൻ്റെ പരിപ്പ്, ഉലുവ പൊടിച്ചതും കുറച്ച് കായപ്പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 5 മിനിറ്റ് തന്നെ ഒന്ന് ആവി കയറിയാൽ മതി കേട്ടോ. ഒരുപാട് വെന്തൊന്നും പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണേ.